ഈ ഇന്നലെ താങ്കൾ ഉൾപ്പെടെ പറഞ്ഞ അഭിപ്രായം ഘടകകക്ഷികളുടെ സമ്മർദ്ദം ഇന്ന് രാവിലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരും ആ അഭിപ്രായത്തെ താങ്കൾ വെറുതെ അഭിപ്രായം പറയുന്നതല്ല എന്ന് പറഞ്ഞു. കോൺഗ്രസ് തന്നെ ഈ കാര്യത്തിൽ ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിൽ വ്യത്യസ്തമായ നിലപാടുള്ളവരുണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള പ്രധാന കാരണം ഈ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സമ്മർദ്ദം തന്നെയായിരുന്നു. സമ്മർദ്ദം അത് അവരോട് ചോദിച്ചു. ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ അവര് പറഞ്ഞതിന് ഞാൻ മറുപടി പറഞ്ഞു. ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇത്തരം ഒരു തീരുമാനം എടുക്കുന്നത് ഭാവിയിൽ BJP-ക്കുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിനല്ലേ ഇത് ഗുണം ചെയ്യുക? എനിക്കത് അറിഞ്ഞുകൂടാ. ഇവിടെ ലീഗിൻ്റെ അപ്രമാദിത്വവും സ്വാധീനവും ഇല്ല എന്ന് പറയുന്ന എത്ര പേര് കാണും? എത്ര പേര് കാണും? ഈ ലീഗിന്റെ ഇത്തരത്തിലുള്ള ഇടപെടലുകളെ ജാതീയമായിട്ടുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വേർതിരിവിലേക്ക് കൊണ്ടുപോകും. ഇല്ല, അവരെ വർഗീയതയ്ക്ക് വളരെ വിധികളാണ്. ഇത്രയും വിരോധമുള്ള ആളുകൾ വർഗീയത എന്ന് പറയുമ്പോൾ തന്നെ അവർക്കങ്ങും അവർഷണം കാണിക്കുന്ന മുഴുവൻ ഇതുമാണ്. ഈ നേരത്തെ മുതൽ SNDP ജനറൽ സെക്രട്ടറി പറഞ്ഞുകൊണ്ടിരുന്ന അഭിപ്രായങ്ങളാണോ ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി? അത് SNDP ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായം വേറെ, ഇത് NSSന്റെ ഇത് രണ്ടും രണ്ടാണ്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പറയും ഞാൻ പിന്നെ വെള്ളാപ്പള്ളി നടേശനെ പഠിക്കുക എന്ന് പറയും. അത് വേണ്ട, അതിനുള്ള അതൊക്കെ ഞങ്ങൾക്കുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. അങ്ങനെ പലരും അഭിപ്രായങ്ങൾ ഇനിയും പറയും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ ആവശ്യമില്ലാത്തടത്ത് ഒന്നും പ്രതികരിക്കാറില്ലായിരുന്നല്ലോ, ഉണ്ടായിരുന്നോ? ഇപ്പോൾ പ്രതികരിച്ചത് എൻ്റെ രൂക്ഷമായ ഭാവത്തിൽ അത് വന്നതുകൊണ്ടാണ് അത് പ്രതികരിച്ചു, വ്യക്തമായിട്ട് വന്നു കഴിഞ്ഞു. അതെ അതെ, എത്താനുള്ള മാർഗം തുറന്നു. പണ്ട് താക്കോൽ സ്ഥാനത്തെ കുറിച്ച് പറഞ്ഞത് ഇതേപോലെ ചില സ്വാധീനം ചെലുത്താൻ ശ്രമിച്ച ഒരു പശ്ചാത്തലത്തിൽ ആണല്ലോ ഞാൻ പറഞ്ഞത്. ആ സാഹചര്യത്തിലേക്കായിരിക്കും ഇനിയും കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് ഞാൻ ഊഹിക്കുന്നു. ഈ ദീർഘകാലം കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന ഒരാളാണ് ചെന്നിത്തല. മുൻപ് K. കരുണാകരൻ പാർട്ടി വളർത്തിയപ്പോൾ പോലും പാർട്ടി നിലപാടിനൊപ്പം നിന്ന അടിയുറച്ചു നിന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു അർഹമായ പരിഗണന ഇത്തവണ കൊടുക്കേണ്ടതായിരുന്നില്ല. അത് കൊടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല എന്നാണ് കരുതുന്നത്. അത് ഞാൻ പറയുന്നത് ശരിയല്ല. എന്ന് വെച്ചാൽ അത് അവിടെ അവർ തീരുമാനിക്കേണ്ടതാണ്. വ്യക്തിപരമായി പറഞ്ഞാൽ അതാണ് യോഗ്യൻ. കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതാവായപ്പോൾ ഭൂരിപക്ഷത്തിന്റെ നിലപാട് അംഗീകരിക്കാതെ അദ്ദേഹത്തെ മാറ്റി. ഇപ്പോൾ അദ്ദേഹത്തിന് യാതൊരു പരിഗണനയും കൊടുക്കുന്നില്ല, അവഗണിക്കപ്പെടുകയാണോ തുടർച്ചയായി? തീർച്ചയായിട്ടും. എന്നല്ല ഞാൻ പറഞ്ഞത്, എല്ലാവരും 3 പേരും യോഗ്യരായിരുന്നു. പക്ഷേ ആ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ അങ്ങേരായിരുന്നു മുൻപന്തിയിൽ നിൽക്കുന്നത്, അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരെക്കാൾ ഭേദമാണെന്നല്ല, അത് ഞാനല്ല തീരുമാനിക്കേണ്ടത്. നേതൃത്വത്തെ ഔദ്യോഗികമായിട്ട് അറിയിക്കുമോ? കോൺഗ്രസ് നേതൃത്വത്തെ ഇത്തരത്തിലുള്ള ആശങ്ക ഞാനോ? ഇല്ലല്ലോ, അവിടെ ആരെ അറിയിക്കാനാണ്? അതിൽ കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഇതൊന്നുമില്ല. ആര് വേണേലായാലും ഒരു കുഴപ്പമില്ല. പക്ഷെ സത്യമായി നിൽക്കണം. ഈ 3 പേരിൽ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു മാനദണ്ഡങ്ങൾ നോക്കുമ്പോൾ പിന്നെ രമേശ് ചെന്നിത്തല മുൻപന്തിയിൽ തന്നെയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് വേറൊരു അവറ ചാനലിൽ ഞാൻ പറയും. അത് പുതിയ കണ്ടുപിടുത്തങ്ങളാണ്. ഇപ്പൊ രാജാവില്ലാത്ത കാലത്താ രാജകുമാർ. ലീഗിന്റെ കൂടി വോട്ട് മേടിച്ചാണ് പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പോലും ജയിച്ചത്. അപ്പോൾ അവർ സ്വാഭാവികമായി 22 MLA-മാരുള്ള ആ പാർട്ടിക്ക് UDF സംവിധാനത്തിൽ അഭിപ്രായം പറയാൻ പാടില്ല എന്നുണ്ടോ? അതിപ്പോൾ പറയാം, 22 സീറ്റുകളുണ്ടല്ലോ, അവർക്ക് സ്വാഭാവികമായും അഭിപ്രായം പറയാം, ആഗ്രഹം പറയാം, നിലപാടുകൾ പറയണ്ട. നിലപാട് പറയാനവർക്ക് യോഗ്യതയില്ല. ഈ പാർട്ടികൾ ഈ നിന്ന് ജയിച്ചിട്ടുള്ള ഘടകകക്ഷികളിൽ നിന്ന് ജയിച്ചിട്ടുള്ളവരാരും അവരുടെ വർഗത്തിൻ്റെ വോട്ട് മാത്രം വാങ്ങിച്ച് ജയിച്ചു കയറില്ല.
തുടക്കം മുതലേ VD NSSനെതിരായിരുന്നു. അപ്പൊ ഈ തീരുമാനത്തിലൂടെ NSSനെ ഒരു വെല്ലുവിളിക്കുന്ന സമീപനമാണോ കോൺഗ്രസ് സ്വീകരിച്ചത്? ഞങ്ങൾ വലിയൊരു ദ്രോഹം ചെയ്തു. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് ജയിപ്പിച്ചു. ഇപ്പോൾ അത് അദ്ദേഹം ഇവിടെ വന്ന് കുത്തിയിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച്, സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ സഹായവും ഇവിടെ ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ സഹായം അത് ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് ഞങ്ങൾ സമദൂരം വെച്ചു. അതിക്ക് സഹായിച്ചിട്ടുണ്ട്, സഹായിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ചെയ്തതുകൊണ്ട് അതായത് NSSന്റെ തണലിലാണ് ഇദ്ദേഹം വളർന്നു വന്നത്. അല്ല, ഇന്നൊന്നും അറിയത്തില്ല. ഒരു പ്രാവശ്യം അയാൾ ഇവിടെ വന്നിരുന്നു, ഈ വക ആവശ്യങ്ങൾ പറഞ്ഞിരുന്നു, ബന്ധപ്പെട്ട അതിനുള്ള വഴികൾ, മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തു, അതിനുവേണ്ട ആളുകളെ ബന്ധപ്പെടുത്തി കൊടുത്തു. അതനുസരിച്ച് അങ്ങനെ കൂടെയാണ് അങ്ങനെ ജയിച്ചത്. ജയിച്ചു കഴിഞ്ഞപ്പം നേരെ ഞാൻ അത് പറയുന്നില്ല,